കുറെ നാളുകൾക്ക് മുമ്പേ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒത്തിരി സീരിയൽസ് ചെയ്തിരുന്നു. സീരിയൽ ഇൻഡസ്ട്രിയുടെ കാര്യമാണെങ്കിൽ പറയണമെങ്കിൽ ഒത്തിരി സീരിയൽസ് ചെയ്തിരുന്നു, എല്ലാം മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് നാളൊന്ന് ഗ്യാപ്പ് എടുത്തു. അതിന് ശേഷം വന്നിട്ട് കുറച്ച് സെലക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല, ആരും വിളിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഗ്യാപ്പ് എന്തുകൊണ്ട്, എന്താ ഗ്യാപ്പ് എടുക്കാൻ കാരണം? പ്രത്യേകിച്ച് ഗ്യാപ്പ് എടുക്കാൻ കുറച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഗ്യാപ്പ് എടുത്തതാ. പിന്നെ അതുമല്ല, ഈ മെയിൻ ഹീറോയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികം ക്യാരക്ടർ റോൾസിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടല്ല കേട്ടോ, ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഇപ്പം അമ്മയായാലും അമ്മൂമ്മയായാലും മുത്തശ്ശിയായാലും ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ അത് മാച്ച് ആവാത്തോണ്ടാണോ എന്ത് എനിക്കറിയില്ല. എനിക്കങ്ങനെ അപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു. അപ്പം എല്ലാവരും ഇൻഡസ്ട്രിയിൽ എല്ലാവരും വിചാരിച്ചു ഞാനിനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ശരിക്കും അങ്ങനെ തന്നെ ഒന്ന് മാറി നിന്നതാണ്. പിന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടില്ല എന്നല്ല, പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനെ വരുന്നില്ല. മനസ്സിലായി. വന്നാൽ തന്നെ നല്ലത് നോക്കിയിട്ട് ചെയ്യാനുള്ളൊരു പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇപ്പൊ പറഞ്ഞ ഈ ഗ്യാപ്പ് എടുക്കണ്ടായിരുന്നു കുറച്ച്, അപ്പൊ തന്നെ അങ്ങനെ സജീവമായിട്ട് ചിലപ്പോ തോന്നുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഇൻഡസ്ട്രിയിൽ ആ ലൈവായിട്ട് നിന്ന സമയം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു, ഗ്യാപ്പ് എടുക്കണ്ടായിരുന്നു എന്ന് പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ നമുക്ക് ഓരോരോ സമയമുണ്ടല്ലോ, ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും ഗ്യാപ്പ് എടുത്തെന്ന് തോന്നുന്നു. ശരിക്കും അതിൽ ഈ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീൽഡിലേക്കാണോ എത്തിയത്? ഇപ്പൊ നമ്മൾ 2-3 കാരണങ്ങളുണ്ട്. ഇപ്പൊ ചിലരോട് ചോദിക്കുമ്പോൾ നമ്മൾ ആ മേഖലയിലേക്കായിരുന്നില്ല ചിലർ എത്തിപ്പെടേണ്ടത്, അല്ലെങ്കിൽ വഴിതെറ്റി വന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ കുഞ്ഞിലെ മുതലേ അഭിനയം എന്ന് പറയുന്ന ഒരു ഒറ്റ ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ, ഈ മീഡിയയിലേക്കാണ് വരേണ്ടത്. അങ്ങനെ തന്നെ ആയിരുന്നു? എങ്ങനെ എത്തിയത് എന്നുള്ളത്? അങ്ങനെ ഓരോ പ്രായം വരുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യന്. ഇപ്പം നമ്മുടെ ആഗ്രഹമായിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പം അതുപോലെ ഓരോ സ്റ്റേജിലും ഓരോ ആഗ്രഹങ്ങളായിരുന്നു. എനിക്ക് മെഡിസിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിലേക്ക് വരുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നമ്മുടെ ആ കാലഘട്ടത്തിൽ എനിക്കറിയില്ല. പിന്നെ ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ അങ്ങനെ എനിക്ക് അന്നും ഇന്നും സ്ത്രീകൾ എത്തിപ്പെടാൻ പറ്റാത്ത, സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് പറയുന്ന, എന്തുകൊണ്ട് പറ്റില്ല, വൈ നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. ഒരു അറിവ് വെച്ചപ്പോൾ തുടങ്ങി. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അഭിനയം അന്നും സിനിമകളൊക്കെ കാണുമ്പം ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ വന്നു. ഈ പറയുന്ന സീരിയൽ രംഗത്ത് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ടാലന്റിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധമോ പരാതി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അതിൽ എനിക്ക് വിഷമമുണ്ട്, കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ദൂരദർശൻ സീരിയൽസിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ TV ചന്ദ്രൻ സാറിൻ്റെ ചന്ദ്രേട്ടൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, സദാശിവൻ്റെ കുമ്പസാരം. ഫസ്റ്റ് സീരിയൽ എൻ്റെ അതായിരുന്നു. ചന്ദ്രേട്ടൻ ഒരു സീരിയലേ ചെയ്തിട്ടുള്ളൂ, ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട്. അപ്പോൾ ആ സീരിയൽ ഞാൻ ചെയ്തു. പിന്നെ ക്യാമറമാൻ സണ്ണി ജോസഫ് സാർ ഒരു സീരിയൽ ചെയ്തു, നിലവുകൾ നോവുകൾ. അതിലെനിക്ക് നാനയുടെ അവാർഡ് കിട്ടി, അത് ചെയ്തു. പിന്നെ അന്നത്തെ ഫേമസ് ഡയറക്ടേഴ്സ് ആയിരുന്നു കുറേ, കള്ളിക്കാട് രാമേന്ദ്രൻ സാറ്, ശ്യാമപ്രസാദ് സാറ്, അലക്സ് കടവിൽ, അലക്സ് ഏട്ടൻ മരിച്ചുപോയി, അലക്സ് ഏട്ടൻ, അങ്ങനെ ഒത്തിരി നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ എനിക്ക് സീരിയൽസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സും ആയിരുന്നു. എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് കൂടുതൽ ആക്റ്റീവ് അല്ലാതെ? അത് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ സുധി. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് സിനിമയാണ് ചെയ്തത്. ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ നാഷണൽ NFDCയുടെ പ്രൊഡക്ഷനായിരുന്നു. അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അവൾ, ഞാവൽപ്പഴങ്ങൾ എന്നൊക്കെ പറഞ്ഞ പടം ചെയ്ത ഡയറക്ടറായിരുന്നു അങ്കിള്. നല്ല ക്രൂ ആയിരുന്നു, മധുവമ്പാട്ട് ക്യാമറ, RK രാധാകൃഷ്ണൻ ചേട്ടൻ ആർട്ട്, അങ്ങനെ എല്ലാം നല്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഹീറോയിനായിട്ട് ഞാൻ വന്ന. തിലകൻ അങ്കിൾ, രാഘവൻ അങ്കിളുടെ കൂടെ ഫസ്റ്റ് ഹീറോയിനായിട്ട് വന്നു. പടം പനോരമ സെലക്ഷൻ കിട്ടി. ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിൽ നിന്ന് എന്നെ വിളിച്ചു, ഇൻവൈറ്റ് ചെയ്തു. നല്ല അഭിപ്രായമൊക്കെ അവർ പറയുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ആണ് ഞാൻ ചന്ദ്രേട്ടൻ്റെ തന്നെ സീരിയൽ ചെയ്തത്. അപ്പം എനിക്ക് അന്ന് സിനിമ സീരിയൽ എന്നുള്ളൊരു വേർതിരിവും അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സീരിയൽസിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നു, എല്ലാം ഹീറോയിൻ ക്യാരക്ടേഴ്സ് വരുന്നു. അത് ചെയ്ത് അങ്ങ് പോയി. അങ്ങനെയാണ് പിന്നെയാണ് ചന്ദ്രേട്ടൻ്റെ
TV ചന്ദ്രൻ സാറിൻ്റെ തന്നെ ഡാനിയിൽ മമ്മൂക്കയുടെ വൈഫായിട്ട് എന്നെ വിളിച്ചു. അപ്പം അത് ചെയ്തു. അപ്പോൾ പോലും എനിക്ക് സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നോ സിനിമയിൽ അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നല്ല കുറെ ഓഫേഴ്സും വന്നില്ല ആ കാലഘട്ടത്തിൽ. ഈ സീരിയൽ ഇപ്പോൾ ഒരു സീരിയലുള്ളവർക്ക് സിനിമയിലേക്ക് അവരെ ഒരല്പം അകറ്റി നിർത്തുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്, ഒരു പ്രവണത ഉണ്ടായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ പ്രവണത ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇനി അതുകൊണ്ടാണോ എന്നെ വിളിക്കാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന സിനിമകളിലൊന്നും എന്നെ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. ഒരിക്കലും നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് അനുഭവപ്പെട്ടിട്ടില്ല. ഇനിയും ബാക്കിൽ അങ്ങനെയുള്ളൊരു ഇതുണ്ടോ? കാരണം എല്ലാവരും പറയുന്നുണ്ട്, കാരണം ഡെയിലി കാണുന്നതല്ലേ ഓഡിയൻസ്. അപ്പം അതുകൊണ്ട് സിനിമയിൽ വരുമ്പോൾ ഒരു പുതുമ ഉണ്ടാവില്ല എന്ന് പലരും പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണോ എന്നെ വിളിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും വിളിച്ചോളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. TV ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പടത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു നടനോടൊപ്പം അഭിനയിച്ചില്ല. ഒരു സീരിയലിൽ നിന്നപ്പോഴാണ്. അപ്പം കിട്ടിയിട്ടില്ല എന്നിപ്പം രാജിക്ക് പറയാനും പറ്റില്ല. ചന്ദ്രന്റെ തന്നെ കഥാവിശേഷം ചെയ്തു. നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ എനിക്ക് സിനിമയും ചെയ്യാൻ പറ്റി. ഒട്ടുമിക്ക ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാനും പറ്റി. കുറച്ച് ഉള്ളൂങ്കിൽ പോലും എല്ലാവരും ഇപ്പം സിബി സാറിന്റെ കൂടെ വർക്ക് ചെയ്തു, കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. ഒട്ടുമിക്ക ജയറാമേട്ടൻ എന്ത് പറയണ എല്ലാവരുടെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇതിലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഈ പറയുന്ന TV ചന്ദ്രന്റെ പടത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന വലിയൊരു നടനോടൊപ്പം അഭിനയിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും? അയ്യോ, അത് ഞാൻ എല്ലായിടത്തും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെയാണ്. എനിക്കറിയില്ലായിരുന്നു മമ്മൂക്കയുടെ പടം ഡാനിയാണെന്നും. ചന്ദ്രേട്ടൻ പിന്നെ എൻ്റെ ഗോഡ് ഫാദറാണ്, എനിക്കറിയാം. അപ്പം പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല. അപ്പം ആലപ്പുഴ ലൊക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഇന്നപ്പോഴാണ് പറയണത് മമ്മൂക്കയുടെ വൈഫായിട്ടാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് പോർഷൻ കുറച്ചേ ഉള്ളൂ മമ്മൂക്കയുടെ വൈഫായിട്ടാന്ന്. അപ്പം തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? കാരണം ഞാൻ പുതിയൊരാളെ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞ സുധി, ഞാൻ ജീവിതത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നോ കൂടെ അഭിനയിക്കാൻ പറ്റുന്നോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് സീരിയലൊക്കെ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നും എന്നും എപ്പോഴും പറയും, ദൈവത്തെ കാണും പോലെയാണ് ഞാൻ മമ്മൂക്ക വന്നപ്പോൾ കണ്ടത്. ഒരു നമ്മുടെ ആരാധനയാണോ റെസ്പെക്റ്റാണോ എന്ത് വികാരമാണ് എനിക്ക് ഉണ്ടായെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ശരിക്കും ഒരു പ്രഭയാണ് അദ്ദേഹം വരുമ്പോൾ. ഒരു പെരുമാറ്റം നല്ല എല്ലാവരും പറയണു മമ്മൂക്ക ഭയങ്കര, എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും ചൂടാവും അങ്ങനെയൊന്നും. എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നുമല്ല, ഒരു ആരുമല്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. പക്ഷെ നല്ല രീതിയിലായിരുന്നു എന്നോടൊക്കെ പെരുമാറി. ഞാൻ ഭയങ്കര പേടിയായിരുന്നു, കാരണം നമ്മൾ തെറ്റിപ്പോയാൽ വഴക്ക് പറയുമോ എന്നൊന്നും. അങ്ങനെയില്ല, നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഒരിക്കലും അദ്ദേഹം ഒരു അങ്ങനത്തെ ഒരാളാ എന്താ പറയുക, ഇപ്പം ജാട അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അച്ഛൻ എന്നിൽ ഭയങ്കര കോൺഫിഡൻസ്. അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ ഇപ്പോൾ ദൂരദർശനിൽ ആങ്കർ പേഴ്സണായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പം. പിന്നെ ദൂരദർശനിൽ ന്യൂസും ചെയ്തിട്ടുണ്ട്. അപ്പം അന്നൊക്കെ അച്ഛനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അമ്മ ഒരിക്കലും വേണ്ട നോ പറയാറുമില്ല. എന്നെ അന്നു മുതൽ ഒരു കാര്യത്തിനും നോ പറയാറില്ല. അപ്പം അന്നേ എന്നെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അച്ഛൻ വളർത്തിയത്. അപ്പം ഞാൻ വളരും തോറും ഓരോ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടെ പോകുമ്പം നമ്മൾ ഓരോന്ന് കണ്ടും കേട്ടും അങ്ങനെ ഞാൻ എന്നെ തന്നെ അങ്ങ് മോൾഡ് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ ഈ ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, ഈ ഗ്യാപ്പ് എടുത്ത സമയത്ത് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ലൈഫ് പോകുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയേണ്ട ഒരു ഘട്ടം വരും. അപ്പം ആ ഘട്ടം വന്നപ്പോൾ ഞാൻ കുറച്ച് സൈക്കോളജിയിലേക്ക് കൂടെ പോയി പഠിക്കാനും ഓൺലൈനായിട്ട് പോയപ്പം അങ്ങനെയും ഞാൻ കുറേ എന്നെ തന്നെ പാകപ്പെടുത്തി എടുത്തതാണ്. അങ്ങനെ എടുത്ത ഞാനാണ് ഇപ്പം ഇരിക്കുന്നത്. അത് എത്രത്തോളം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നല്ലതാവാൻ ശ്രമിക്കുന്നുണ്ട്.
ഈ ഫീൽഡ് ചൂസ് ചെയ്തതിൽ അബദ്ധമായിരുന്നോ അല്ലെങ്കിൽ വേണ്ടായിരുന്നു, വേറൊരു മേഖലയെ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇത് വേണ്ടായിരുന്നു? ഒരിക്കലുമില്ല. വേറെ മേഖലകളും കൂടി വേണമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ ഇൻകം സ്റ്റാറ്റിക് അല്ലല്ലോ, സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻകം അല്ല. അപ്പോൾ വേറൊരു മേഖലയായിരുന്നെങ്കിൽ നമുക്ക് മന്ത്ലി സാലറി കിട്ടും, പെൻഷൻ പറ്റിയ പെൻഷനും കിട്ടും. അത് വെച്ച് നോക്കുമ്പോൾ അത് നോക്കാമായിരുന്നു എന്ന് തോന്നുന്നതല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടെങ്കിൽ ലോകത്ത് മലയാളികൾ എവിടെയുണ്ട്, ഞാനിപ്പോൾ ലൈവിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലും എല്ലാവരും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് തന്നെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടാണ്. പിന്നെ എല്ലാവരുടെയും ഞാൻ അറിയുന്നതും അറിയാത്തവരുമായ കുറേ പേരുടെ സ്നേഹം, താങ്കൾ പറഞ്ഞില്ലേ പണ്ട് മുതലേ കണ്ട്, എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ പരിചയപ്പെട്ടത്. അപ്പം അങ്ങനെ ഒത്തിരി പേരുടെ സ്നേഹവും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചപ്പോ തന്നെ രാജി പറഞ്ഞാണ് ഇൻകം ഒരു സംഭവം സാമ്പത്തികമായി പ്രതീക്ഷിച്ച പോലെ ഒന്നും ഏൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ച പോലെ സിനിമയിൽ എന്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ സീരിയലിൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ, കുഴപ്പമല്ല, എന്താ ഒരു പ്രശ്നം ആസ് എ ആർട്ടിസ്റ്റിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റിൽ നിന്ന് തന്നെ വേണം നമ്മൾ കോസ്റ്റ്യൂം എടുക്കാനും ഓർണമെൻറ്റ്സ് എടുക്കാനും ഒക്കെ. അപ്പം നമുക്ക് അതിൽ കൂടുതൽ വരുമാനം നമുക്കിങ്ങനെ ചേർത്ത് വയ്ക്കാൻ, നമുക്കൊരു സേവ് ചെയ്യാനുള്ള പൈസ നമുക്ക് കുറവായിരിക്കും കൂടുതലും. അപ്പം അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒത്തിരി വർക്കുകൾ നമ്മൾ ഒരുമിച്ച് കമ്മിറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ ചെയ്തിരുന്നതൊക്കെ 13 എപ്പിസോഡ് സീരിയൽസ് ആയിരുന്നു കൂടുതലും. ഇപ്പം മെഗാ സീരിയൽസ് വന്നപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പെൻസാണ് കോസ്റ്റ്യൂമിനൊക്കെ. പക്ഷെ സിനിമ ആകുമ്പം നമുക്ക് 1 രൂപ കിട്ടിയാലും 1 രൂപ നമുക്ക് നേട്ടമാണ്. എല്ലാം കോസ്റ്റ്യൂമും സാധനങ്ങളൊക്കെ അവർ തരുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സേവിങ്സ് അല്ല, നമുക്ക് ഇൻകത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. ഫീൽഡിലുള്ള ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുണ്ടോ ഇപ്പോഴും? എനിക്ക് അന്നും ഇന്നും എനിക്ക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും ആരോടും വിരോധമില്ല, എല്ലാവരോടും ഹായ് ബൈ ഉള്ളൂ. എപ്പോഴും വിളിച്ച് സംസാരിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷന് മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കും എന്നല്ലാതെ എന്നും വിളിച്ച് സംസാരിക്കുക അത് അന്നും ഇല്ല ഇന്നും ഇല്ല. എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ക്ലോസ് ടു ഹാർട്ടാണ്, എല്ലാവരോടും എനിക്ക് സ്നേഹവും റെസ്പെക്റ്റേ ഉള്ളൂ. അവരും മറന്നു പോകും. നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ട് അങ്ങനെ പലരും പറയാറുണ്ട്, ഞാൻ അധികം കോണ്ടാക്ട് ചെയ്യാറില്ല, ആരുമായിട്ടും അധികം ബന്ധങ്ങൾ കീപ്പ് ചെയ്യാറില്ല. അങ്ങനെയും ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അതെ, കറക്റ്റ്. ബന്ധങ്ങൾ കീപ്പ് ചെയ്താൽ അവർ ഓർക്കും എന്നുള്ളത് സത്യം തന്നെയാണ്, ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വേറൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഒരു ഈഗോ ഉണ്ടായിട്ടല്ല ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ആസ് എ ആർട്ടിസ്റ്റ് ആകുമ്പോൾ എനിക്ക് എല്ലാവരോടും ചാൻസ് ചോദിക്കുന്നതിൽ ഒരു മടിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് വിളിച്ചു, പിന്നെ നമ്മൾ എന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ ആരെയും ആകട്ടെ വിളിക്കുക എന്ന് പറയണത്, ഒരാൾ ഇതേപോലെ നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആയി പോവില്ലേ, അപ്പം അതുപോലെ അവരും ആയി പോവില്ലേ എന്നൊരു തോന്നലാണ് എനിക്ക്. പക്ഷേ അവർ നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മൾ കീപ്പ് ഇൻ ടച്ച് ആയിരിക്കണം എന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ്. അത് നമ്മൾ ആരായാലും. അപ്പം അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയണേൽ പിന്നെ നമുക്കുള്ളത് നമുക്ക് വരുന്നേ. നമ്മൾ ട്രൈ ചെയ്യണം, വേണ്ടാന്നല്ല, നമ്മളെല്ലാവരും ഒരു കീപ്പ് ഇൻ ടച്ച് ആയിരിക്കണം. പക്ഷെ ഡെയിലി വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുന്നതില്, പിന്നെ നമ്മൾ വിളിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്കൊരു കാസ്റ്റിംഗ് വന്നാൽ അവർ നമ്മളെ ഓർത്തോളന്നില്ല. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ തിരക്കും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഓർത്തോളന്നില്ല. ഇപ്പോ തൊഴിലിടം എന്ന് പറയുന്ന ഒരു നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഈ സീരിയലും സിനിമയും ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? രണ്ടും ഒരുപോലെയാണോ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കൊക്കെ കാണുമ്പോൾ? അല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ്. പക്ഷെ സീരിയൽ എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം ട്രിവാൻഡ്രമാണ് ലൊക്കേഷനെങ്കിൽ നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം. എറണാകുളം അല്ല സിനിമയാണെങ്കിൽ ചിലപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പോയി വരേണ്ട ബുദ്ധിമുട്ടുണ്ട്, സ്റ്റേജ് ഉണ്ട്. പക്ഷേ തൊഴിലിടത്തിൽ എനിക്കിന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, ടി വിയിലും മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല എന്നുള്ള ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഇതേപോലെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാന്യമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഫെസിലിറ്റീസ് തരാറുണ്ട്, എന്നെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്, സീരിയലായാലും സിനിമയായാലും. അപ്പോൾ പിന്നെ അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയില്ല. അതിനെപ്പറ്റി നമ്മൾ ഫേസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇവർ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് വലിയ വലിയ ആൾക്കാർ, അപ്പം അവരുടെ കാറ്റഗറൈസ് ചെയ്യല്ല, ചെറിയ റോളിന് വരുന്നവരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് ഒരു പേര് വെക്കുന്നത്. അപ്പം അവരൊക്കെ, അല്ലെങ്കിൽ ക്രൗഡ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ അവരൊക്കെ ഇപ്പം നമ്മൾ ഇപ്പം ലേറ്റ് നൈറ്റൊക്കെ പോയാൽ അവരുടെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവർക്ക് പിക്കപ്പ് ഡ്രോപ്പൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഒക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. 13 എപ്പിസോഡുള്ള സീരിയലിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോഴത്തെ സീരിയൽ കാണുന്നുണ്ട്, അതിന്റെ വിഷയം എന്താണെന്ന്? അല്ല, വിഷയത്തിന്റെ കാര്യം എന്താ വെച്ചാൽ 13 എപ്പിസോഡ് സീരിയൽ എന്ന് പറയുമ്പോൾ അതിലൊരു കഥ 13 എപ്പിസോഡ് കൊണ്ട് പറഞ്ഞു തീർക്കും, ക്രിസ്പായിട്ട് പറഞ്ഞു തീർക്കും. അപ്പം എല്ലാവരുടെയും മനസ്സിൽ അത് നിൽക്കുന്നുണ്ട്. ഇപ്പം മെഗാ സീരിയലാവുമ്പം അതിങ്ങനെ ആ കഥ എന്താണെന്ന് മനുഷ്യരുടെ മനസ്സിൽ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സീരിയലിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ കാണുന്നില്ല പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാവരും സീരിയൽ കാണുന്നുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറയാം. ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വേറെ 2-3 പേര് വന്ന് സീരിയലിൻ്റെ കാര്യമൊക്കെ ചോദിച്ച് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ ഒത്തിരി പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സീരിയലൊന്നും കാണാറില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോഴും ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി ഇത് അല്ല പുള്ളി അപ്പം ഞാൻ പറഞ്ഞു താങ്ക് യു, കാണാറില്ലെങ്കിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതെ ആ പരസ്പരത്തിൽ അത് അവരെന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അങ്കിളല്ലേ പറഞ്ഞ ഇപ്പൊ സീരിയൽ കാണാറില്ല എന്ന്. പിന്നെ അങ്കിൾ എന്താ ചോദിക്കണം, അല്ല ഞാൻ വൈഫ് വയ്ക്കുമ്പോ ഇങ്ങട് അതൊന്നല്ല, പാസിംഗ് ഷോട്ടിൽ അതൊന്നല്ല. ഇതെല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ അതെല്ലാവരും കാണുന്നുണ്ട്. ഇതിൽ ക്രിമിനൽ ഇതുണ്ടെന്നൊക്കെ പറയണതിനോട് എനിക്ക് അങ്ങനെയാണ്. ഈ സിനിമയിലില്ലേ ഇതൊക്കെ കണ്ടിട്ടാണോ ലോകത്ത് ഇതൊക്കെ നടക്കുന്നത്? ഒരിക്കലും അല്ല. സീരിയൽ ഒരിക്കലും നമ്മുടെ വീടുകളിലെ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുന്ന ഒരു സാധനമാണ് സീരിയൽ ഡെയിലി. അപ്പം അതിലൊരിക്കലും ഒരു ദോഷകരമായിട്ടൊരു സാധനം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ ഡ്രഗ്സ് ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ലാത്ത, നമ്മള് പാടില്ലാത്തൊരു സാധനം കൊടുത്ത് നമുക്ക് അതിലേക്ക് കൊണ്ടുവരുകയും ചെയ്യാം. അതെ, നമ്മള് അതിനെ അങ്ങനെ അഡിക്റ്റ് ആക്കും. പക്ഷെ അതൊരു വിഭാഗം ജനങ്ങളുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്. ഇത് സീരിയൽ എന്ന് പറയുന്ന സാധാരണ കാണുന്ന വീട്ടമ്മമാര്, സ്ത്രീകള്, പുരുഷന്മാരും കാണുന്നുണ്ട്. അപ്പോൾ ഒരു സഭ്യമായിട്ടൊരു കാര്യമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതില് ഈ പറയുന്ന അത് കണ്ടിട്ടാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നതിന് പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ഈ ടി വി അല്ല, ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. പണ്ട്, ഇപ്പോഴല്ല, ഇപ്പൊ എല്ലായിടത്തും ടി വി ഉണ്ട്. ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. സ്വാധീനിക്കില്ലേ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഒരു കാലഘട്ടത്തിൽ പറയും നമ്മുടെ വീട്ടില് അവനെ കൂട്ടുകാരാണ് അവനെ വഷളാക്കണേ. സ്വാഭാവികമായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ? മക്കളെ അവനെ കൂട്ടുകെട്ടാണ് അവനെ വഷളാക്കണേന്ന്. അതെങ്ങനെയാ കൂട്ടുകെട്ട് വഷളാക്കുക? നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇതുമുണ്ട്, അതിലേത് ചൂസ് ചെയ്യണം എന്ന് നമ്മളല്ലേ തീരുമാനിക്കുക. അപ്പം അത് സ്വാധീനിക്കണമെന്ന് പറയണമെന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സീരിയലിൽ സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ് സീരിയൽ വരുന്നത്. അപ്പം ഈ അമ്മായിമ്മ പോലും കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയൊക്കെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട് അതങ്ങനെ പോകുന്നു എന്നുള്ളൂ. അല്ലാതെ അതിൽ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നും അല്ല അത്. ഈ സീരിയലിലേക്ക് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരോടൊക്കെ എന്താണ് ഒരു എന്താണ് ഒരു സീനിയർ ആയിട്ടുള്ള ഇത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്ത് ഉപദേശം കൊടുക്കാനുണ്ട് ഈ രംഗം ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരോട്? ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പറ്റിയ ഇടമാണ് എന്ന് അങ്ങനെ പറയൂ? എന്താണ് പറയാൻ സത്യസന്ധമായിട്ട് ഒരു അഭിപ്രായം? ഉപദേശം കൊടുക്കാൻ ഞാൻ ആളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്കിലും നമ്മളെ കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, നമ്മൾ ചെയ്യുന്ന എന്ത് തൊഴിലും അത് ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുക. അതില് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ എന്ത് കാര്യമായാലും, അഭിനയമായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ അതിൽ 100% ആത്മാർത്ഥത കാണിക്കുക. പിന്നെ നമ്മൾ വരണ എന്തിനാ? നമ്മുടെ തൊഴിൽ ചെയ്യാനോ? നമ്മൾ വരിക മാന്യമായിട്ട്, നമ്മൾ അഭിനയിക്കാനോ വരാം, മാന്യമായിട്ട് അഭിനയിക്കുക, പോവുക.
അത്രയും നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്നാൽ നമുക്ക് ഇപ്പം ഇൻഡസ്ട്രിയിൽ വരുന്നവരെ പറ്റി പലരും പുറമേയൊക്കെ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറയില്ല ഒരിക്കലും. എല്ലാ ഇൻഡസ്ട്രിയിലും നല്ലതും ചീത്തയുണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്നല്ല, മനുഷ്യരിൽ എല്ലാവരിലും നല്ലതും ചീത്തയുണ്ട്. പെന്നിൽ നന്മയുണ്ടോ അതുപോലെ തന്നെ ചീത്തയുണ്ടാവും, താങ്കളിലും ഉണ്ട്. എല്ലാവരിലും നന്മയും ചീത്തയുണ്ട്. അപ്പം നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കുക, നമ്മൾ നന്മ മാത്രം എടുക്കുക. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഹാപ്പിയാണ് ശരിക്കും? ഞാൻ 100% ഹാപ്പിയാണ്. ആണോ? വ്യക്തി ജീവിതം എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ലെവൽ മീൻസ് ഇങ്ങനെ ഒരു ആളെ സംബന്ധിച്ച് ആരെ ആയാലും, ആരോ എവിടെയോ ഞാൻ വായിച്ചതാ, ഏതൊരു വ്യക്തിക്കും സിനിമാ നടനാവണം അല്ലെങ്കിൽ സിനിമാ നടിയാവണം, 10 പേര് അറിയപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ 10 പേരിൽ കൂടുതൽ ഒരു 100 പേരെ അറിയുന്ന ഒരു വ്യക്തി ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ 100% ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ സിനിമകൾ ചെയ്യണം, സീരിയലിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ വരും. ഇങ്ങനെ അവസരം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ഒരു വിഷമമുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? അവസരം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കുള്ളത് നമുക്ക് വരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഗ്യാപ്പ് എടുത്തോണ്ട് പലർക്കും അറിയില്ല ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, മുന്നത്തെ പോലെ ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പലർക്കും അറിയില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ ഇപ്പം ഞാൻ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും എന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പുതിയ സിനിമ ചെയ്തു, ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ ജി മാർത്താണ്ഡൻ്റെ ഒരു പടം ചെയ്തു. സിനിമയിൽ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്, സംസാരം കഥയൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നേ. രാജിയുടെ ഒരു എക്സ്പീരിയൻസിൽ ഇതുവരെ നോക്കുമ്പോൾ സ്വന്തം മേഖലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഓക്കെ, നമുക്കിപ്പം ഓക്കെ പറയാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടേ ഇല്ല എന്നും പറഞ്ഞ് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറയാനും എനിക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ മയക്കുമരുന്ന് അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. പക്ഷെ അതിലൊക്കെ അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ, ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ടോ, ഒരു ലൊക്കേഷനിൽ പ്രൊഡ്യൂസർക്ക്, ഡയറക്ടർക്ക്, ആർട്ടിസ്റ്റിന് പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രമല്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. പിന്നെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന, അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ഉണ്ടാവാമായിരിക്കാം. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ആകെയുള്ളൊരു കാര്യം, ഇന്ന് നടന്ന കാര്യത്തിന് ഇന്ന് പ്രതികരിക്കുക. നമ്മളൊരു കാര്യം നടന്നാൽ നമ്മൾ അന്ന് ആ മൊമെൻറ്റിൽ പ്രതികരിക്കുക. അത് എന്തിൻ്റെ പേരിലായാലും അത് മാറ്റി വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതികരിക്കുക എന്ന് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല. ഇത് ഇപ്പൊ പറഞ്ഞോണ്ട് കേട്ടോ ചോദിക്കുന്നത്. പലപ്പോഴും ഇന്റർവ്യൂലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മുമ്പൊക്കെ, ഒരു പ്രതികരണ ശേഷി അല്പം കൂടുതലുള്ള ഒരാളാണെന്ന്. അങ്ങനെയുണ്ടല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ വീട്ടിലിരിക്കണം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് പ്രതികരിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട സാഹചര്യം, അത്ര സീരിയസ് ഇഷ്യൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ലൊക്കേഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാണ്ട്, അത് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നല്ലാണ്ട് അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അല്ല, ഞാനിപ്പോൾ നമ്മുടെ ചാനലിലും പത്രത്തിലും ഒക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്കിപ്പോൾ എനിക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ഇമ്മീഡിയറ്റ് പ്രതികരിക്കുക, അതല്ലേ? അതല്ലാതെ കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് പണ്ട് ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് പറയുന്നതിൽ, അതെ, അങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അത് പണ്ടത്തെ കാര്യമില്ല. ചിലപ്പം അതൊക്കെ പറയുന്നതിൽ ഇനി എന്ത് കാര്യം എന്നറിയില്ല. അപ്പം ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കുക. സജീവമായിട്ട് നിൽക്കണ ഒരു സമയത്ത് കുറച്ച് കഴിഞ്ഞ് അവസരങ്ങൾ കുറയുന്നു, ഏതെങ്കിലും കാരണത്താൽ അവസരങ്ങൾ കുറയണം, അതുണ്ടാക്കുന്നൊരു മാനസികമായിട്ട് ഒരു ഡിപ്രഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവും. അത്തരം ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴും? എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ച് മാറിയതല്ലേ, ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്തതാണല്ലോ. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഇത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കോവിഡ് ലോക്ക്ഡൗൺ വന്നപ്പം, എൻ്റെ ഇൻ്റർവ്യൂ അന്നൊക്കെ വന്നപ്പോൾ, ലോക്ക്ഡൗൺ എന്ത് ചെയ്തു, ബോറടിച്ചില്ലേന്ന്. എനിക്കങ്ങനെ ഇല്ല. എനിക്ക് ഷൂട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കും. എനിക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ ഏത് സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്യാൻ ഞാൻ പഠിച്ചു. അപ്പം പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഡിപ്രഷനോ അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ലല്ലോ.
ഇപ്പം ഷൂട്ടില്ലെങ്കിൽ വീട്ടിലിരിക്കും, ആ സിറ്റുവേഷൻ ഞാൻ എൻജോയ് ചെയ്യണം. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രേക്ക് എടുത്തത് സ്വയം എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിലൊരു ഇതില്ല. പക്ഷെ ഇപ്പൊ തിരിച്ചു വരണം, ഇപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ചെയ്യണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. സിനിമയിലായാലും തിരിച്ചു വരണം എന്നുണ്ട്, സീരിയൽ ഇൻഡസ്ട്രിയിലായാലും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അത് കിട്ടിയില്ലാന്ന് വെച്ചും എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏത് സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്, ആ സിറ്റുവേഷൻ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഡിപ്രഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫെഡപ്പായിപ്പോൾ. നമ്മൾ പഠിച്ചു വന്നത് എന്താറിയോ, എവിടെയായാലും നമ്മളൊരു സാഹചര്യത്തിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ എന്ത് കാര്യത്തിലാണ് നമ്മൾ ഈ മൊമെൻ്റ് നമ്മൾ എൻജോയ് ചെയ്യുക, അതിൽ പിന്നെ നമ്മൾ തിരിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അത് നമ്മൾ ചെയ്ത കാര്യമല്ലേ, അതിനെക്കുറിച്ച് അത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് ഇനിയൊന്നും തിരിച്ചു വരാനൊന്നും പോകില്ല. അത് കൊള്ളാട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെ ആരും ചിന്തിക്കാറില്ല. കാരണം നമ്മളെപ്പോ എടുത്ത തീരുമാനമായിരുന്നു, ആ സമയത്ത് ആ തീരുമാനം ശരിയായിരുന്നു എന്ന് പറയുന്നവർ കുറവാണ്. അയ്യോ അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരാണ്. ഞാൻ പറയില്ല, ഞാനിപ്പം ഈ വണ്ടിയിൽ ഇപ്പൊ ട്രാവൽ ചെയ്യുന്നു, ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ, അത് മാത്രമേ എൻ്റെ മനസ്സിൽ പാടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഈ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ എൻ്റെ ജീവിതം മുഴുക്ക ആ കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും, ഇല്ലേ? അപ്പം ഇത് എടുക്കുന്നതിന് മുമ്പേ തീരുമാനിക്കണം, അത് എടുത്തതിന് ശേഷം നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഓരോ സെക്കൻഡും ഓരോ മൊമെൻറ്റും നമ്മൾ എടുക്കുന്ന തീരുമാനം നമുക്ക് ശരിയാണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ തോന്നാറേ ഇല്ല. മൊത്തത്തിലൊരു കണക്കുകൂട്ടലും ഈ കൂട്ടിക്കീഴ്ചൊക്കെ നോക്കുന്നെങ്കിൽ രാജിയെ കുറിച്ച് എനിക്കൊരു ഉത്തരം തരാൻ പറ്റുമോ? എന്നെ കുറിച്ച് ഞാൻ തന്നെ എനിക്കറിയില്ലല്ലോ. ഇപ്പൊ രാജിയുടെ ഈ പറയുന്ന ഒരു അമ്മ അല്ല, ഒരു അമ്മയാണോ മകളാണോ ഭാര്യയാണോ ഈ റോളൊന്നും എനിക്കറിയുന്ന ഒരു സംഭവം. ഒരു അഭിനേത്രിയാണെന്നുള്ള നിലയ്ക്ക് മാത്രമാണെങ്കിൽ എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മള് എവിടെയെങ്കിലും നമ്മുടെ ലൈഫ് ഇപ്പൊ കണക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ കൗണ്ട് ചെയ്യുന്ന സാധനമാണ്, നമ്പേഴ്സ് ആണെങ്കിൽ ന്യൂമറിക് ആണെങ്കിൽ നമുക്ക് ടാലി ചെയ്ത് പോവാം. പക്ഷെ ലൈഫ് ഒരിക്കലും, ലൈഫിൻ്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചത്, ലൈഫ് ഒരിക്കലും നമുക്ക് ടാലി ചെയ്യാൻ പറ്റില്ല. നാളെ ഈ നെക്സ്റ്റ് മൊമെൻ്റ് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അത് നമ്മൾ എങ്ങനെ ടാലി ചെയ്യും അത്? അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ എല്ലാം പൂർണ്ണമായും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് എല്ലാ റോളും ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ തെറ്റുകൾ പറ്റാം, തെറ്റുകൾ പറ്റാതിരിക്കാം, തെറ്റുകൾ പറ്റാം. പക്ഷെ ഓരോരുത്തരുടെ വ്യൂ പോയിൻ്റാണ്. എൻ്റെ ശരിയായി, എൻ്റെ റൈറ്റ് അല്ല നിങ്ങളുടെ റൈറ്റ്, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ശരിയായിരിക്കില്ല നിങ്ങളുടെ ശരി. അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം, എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഏത് റോളിലും. അതല്ലേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ 100% ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആരും 100% ശരിയൊന്നല്ലല്ലോ ലോകത്ത്. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു മനസാക്ഷി, എൻ്റെ മനസാക്ഷിക്ക് ചേരണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് വരും. അപ്പം എൻ്റെ മനസാക്ഷിക്ക് ഞാൻ ശരി 100% എൻ്റെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.